കൃപാസനം പത്രം ഓഗസ്റ്റ് 2025 പാർട്ട് 2 ശ്രീ ആർ വിജയകുമാറിന്റെ സന്ദേശം. നിനക്ക് സഹനം വരുമ്പോൾ അനുതപിക്കുക, അനുഗ്രഹം നിന്നെ കാത്തിരിക്കും. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വഴി നടപ്പിലാക്കും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വിശ്വാസത്തിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്. നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ആ അവബോധത്തോടെ തന്നെ സമർപ്പിക്കുക. സമർപ്പണത്തിന് വിശ്വാസം വേണം. ദൈവത്തെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിനെ വിശ്വസിക്കരുത്. ഈശോ വെള്ളത്തിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസും പറഞ്ഞു, ദൈവമേ, ഞാനും നടന്നു വരാമെന്ന്. പക്ഷെ വിശ്വാസം കുറഞ്ഞ് മുങ്ങിപ്പോകാൻ പോയപ്പോഴും പത്രോസ് ഈശോയെ ആശ്രയിച്ചാണ് നിന്നത്. നമുക്ക് തോന്നും വിശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ മെഴുകുതിരി കത്തിച്ചും കൊന്ത ചൊല്ലിയും പ്രാർത്ഥിക്കുന്നത്. വിശ്വാസമില്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും. മർക്കോസ് 6:5 യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. സാത്താൻ എന്തിനാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? യോഹന്നാൻ 8:34 യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ദൈവം വിളിക്കുന്നത് നിനക്ക് കാനാൻ ദേശം തരാൻ വേണ്ടിയിട്ടാണ്. നീ അടിമത്തത്തിലാണെങ്കിൽ നിനക്ക് വിശ്വാസം കുറയും, ഭയമുണ്ടാകും. പല സഹനങ്ങളും ദൈവത്തിൻ്റെ വിളിയാണ്. എനിക്ക് വിശ്വാസമില്ലാതിരുന്ന കാലത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പല ജ്യോത്സ്യൻ്റെയും അടുത്ത് പോകുമായിരുന്നു. എന്ത് ചെറിയ കാര്യം നടക്കണമെങ്കിലും അവരുടെ പുറകെ പോയി ചോദിക്കും. അന്ന് ദൈവം എൻ്റെ വാതിൽക്കൽ തട്ടി. എൻ്റെ ജീവനായിരുന്നു എൻ്റെ അമ്മ. അമ്മയ്ക്ക് ക്യാൻസർ കൊടുത്തുകൊണ്ടാണ് വാതിൽക്കൽ തട്ടിയത്. ക്യാൻസർ വന്ന പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജ്യോത്സ്യനുമില്ല, ആരുമില്ല. എന്നെ കാണാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്ത് കളയും. അവർ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയും. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ മാത്രം ഇരിക്കാൻ തുടങ്ങി. അത് വാതിൽക്കൽ തട്ടിയതാണ്. അവിടെ നിന്ന് ഈശോ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്വന്തമാക്കി. ഹെബ്രായർ 11:6 അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നന്ദി പറയുക. എന്നിട്ട് ആദ്യം നീ ചെയ്യേണ്ടത് അനുതപിക്കുക. അനുതപിക്കുമ്പോൾ വിശ്വാസമുണ്ടാകും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിനക്ക് സഹനം വരുമ്പോൾ നീ അനുതപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടും. അനുഗ്രഹം നിന്നെ കാത്തിരിക്കും.